സ്റ്റേജില്ല, ഉയരുന്ന തിരശീലയില്ല, അരങ്ങാകട്ടെ വീടിന്റെ പൂമുഖം. വീട്ടരങ്ങ് നാടകം പരമ്പരാഗത അവതരണ സങ്കേതങ്ങളെ പൊളിച്ചെഴുതുന്നതാണ്. ശങ്കരേട്ടന്റെ വെളിപ്പാടുകൾ എന്ന വീട്ടരങ്ങ് നാടകം കായംകുളത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറി. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജാണ് നാടകം അവതരിപ്പിച്ചത്. പരമ്പരാഗതമായ നാടക അവതരണ സങ്കല്പത്തെ പൊളിച്ചെഴുതി ജീവിതത്തെ യഥാർത്ഥമായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ കാണുന്ന വീട്ടരങ്ങ് സമ്പ്രദായത്തിലുള്ള നാടകത്തിന്റെ പ്രത്യേകത. ഇവിടെ ഉയരുന്ന തിരശീലയോ നാടകത്തട്ടോ ഇല്ല. നാടകം വീട്ടിലേക്ക് എത്തുന്നു എന്ന ശൈലിയിലാണ് അവതരണം. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കായംകുളത്ത് കഴിഞ്ഞ ദിവസം നാടകം അവതരിപ്പിച്ചു. തൃശൂർ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് എന്ന NTV ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകമാണ് കായംകുളം ചേരാവള്ളി ദേവപ്രിയയിൽ അവതരിപ്പിച്ചത്. ക്യാമറ കണ്ണിലൂടെ ഞാനറിഞ്ഞ ഹിമാലയം എന്ന പേരിൽ ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ ജയൻ ദേവപ്രിയ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ചാണ് നാടകം അവതരിപ്പിച്ചത്. സമകാലിക കേരളത്തിന്റെ നേർക്കാഴ്ചകളാണ് ശങ്കരേട്ടന്റെ വെളിപാടുകളിലൂടെ പ്രേക്ഷകരെ കാട്ടിത്തരുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കേരളീയ സമൂഹത്തിനുണ്ടായ മാറ്റങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ലിംഗരാഷ്ട്രീയവും സ്വാശ്രയ ബദലിന്റെ അനിവാര്യതയുമൊക്കെ നാടകം ചർച്ച ചെയ്യുന്നു. തലമുറകളുടെ ചിന്താ പരിണാമത്തെയും സ്വാഭാവിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ നാടകം അനാവരണം ചെയ്യുകയാണ്. ഒരു വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അയൽക്കാർ നോക്കിക്കാണുന്ന രീതിയിലാണ് ഈ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അഞ്ചാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട്, അഞ്ചാമത്തെ വീട്, 5 വീടും പലതരത്തിലുള്ള വീടുകളാണ്. അത് നമ്മൾ ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു പരിമിതി ഉണ്ടാവും. ആ പരിമിതിയിൽ നമുക്ക് എങ്ങനെ കളിക്കണം നമ്മൾ ആദ്യം തീരുമാനിക്കും. നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് എവിടെ എന്തൊക്കെ ചെയ്യണം, ഇത്ര വരയ്ക്ക് പോകണം, അങ്ങോട്ട് പോകണം. ചില വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദൂരെ ആയിരിക്കും അടുക്കളയൊക്കെ, അതുപോലെ മുറ്റത്തേക്ക് എത്തണമെങ്കിൽ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, എങ്ങനെ വരണം നമ്മൾ. അങ്ങനെ എല്ലാവരും നമ്മളൊരു കൂട്ടം ആൾക്കാർ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറയൂ. പക്ഷേ ആ ഒരു ഇഷ്ടം പറയണതായാലും ശരി, അതിൽ ഒരു കഴമ്പുണ്ടായിരിക്കും. അത് ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ കഴമ്പൊന്നും ഞങ്ങൾ പുറത്തേക്ക് കിടക്കാറില്ല. അതെന്താണ് നമുക്ക് ഓഡിയൻസിന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊരു ഇംപ്രവൈസ്ഡ് ഡ്രാമയാണ്. എഴുതപ്പെട്ട സ്ക്രിപ്റ്റൊന്നുമില്ലാതെ നടന്മാരുടെ സ്വാതന്ത്ര്യത്തിന് പറയാം, സഞ്ചാര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും സംവിധായകൻ നടന്മാർക്ക് തന്നിട്ടുണ്ട്. ചലച്ചിത്ര നാടകരംഗത്ത് ശ്രദ്ധേയനായ പ്രദീപ് നാരായണനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതടക്കം നിരവധി നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. വീട്ടരങ്ങ് രൂപത്തിലുള്ള 4ാമത്തെ നാടകമാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ. ഇതിനോടകം 5 വേദിയിലാണ് നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. ചലച്ചിത്ര നടിമാരായ മീനാരാജ് പള്ളുരുത്തി, രജനി മുരളി എന്നിവരുൾപ്പെടെ അഭിനേതാക്കളായി എത്തുന്ന നാടകത്തിൽ നാടകവുമായി ബന്ധപ്പെട്ട് 19 അംഗ സംഘമാണ് പ്രവർത്തിക്കുന്നത്. ദേവപ്രിയയിൽ ജയന്റെ വീട്ടുമുറ്റത്താണ് നാടകം നടത്തിയത്. നാടകത്തിൽ വീട് ഒരു പ്രധാന കഥാപാത്രമായും വരുന്നു. ഇങ്ങനെ അവതരിപ്പിക്കുന്ന യഥാർത്ഥ പശ്ചാത്തലത്തെ അരങ്ങാക്കി പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടക അവതരണം പ്രേക്ഷകർക്ക് നവ്യ അനുഭവമാണ് പകരുന്നത്. CDNet ന്യൂസ്, കായംകുളം.